ഭഗവാൻ ശ്രീ അയ്യപ്പസ്വാമിയുടെ ആരാധനയ്ക്കായി പുണ്യസ്ഥലമായ ശബരിമലയിലേക്കുള്ള പ്രവേശന കവാടമാണ് എരുമേലി. കോട്ടയം ജില്ലയിൽപ്പെട്ട ഒരു ചെറിയ ഗ്രാമമാണ് എരുമേലി. കൃത്യമായി പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലാണ് ഇത്. കേരളത്തിലെ ഹൈറേഞ്ചിനോട് വളരെ അടുത്താണ് ഈ ദേശം സ്ഥിതി ചെയ്യുന്നത്. എരുമേലി എന്ന പേരിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ശ്രീ അയ്യപ്പസ്വാമി എരുമയുടെ രൂപമുള്ള മഹിഷാസുരനെ കൊന്ന കഥയുമായി ഈ നാടിന് ബന്ധമുണ്ട്. അങ്ങനെ എരുമ കൊല്ലപ്പെട്ട സ്ഥലം എരുമക്കൊല്ലി എന്നറിയപ്പെട്ടു. പിന്നീട് അത് എരുമേലിയായി. പുലിയുടെ പാൽ തേടിയുള്ള യാത്രാമധ്യേ അയ്യപ്പൻ ഒരു വൃദ്ധയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ചെറിയ തോടിനരികിൽ ഓലമേഞ്ഞ തറവാട് വീട് കണ്ടെത്തി. ഈ വീടാണ് പുത്തൻ വീട് എന്നറിയപ്പെടുന്ന ഇന്നത്തെ പെരിശ്ശേരിപ്പിള്ള കാരണവരായിട്ടുള്ള വീട്. പുത്തൻ വീടിന്റെ തിണ്ണയിൽ രാത്രി ചെലവഴിക്കാൻ അയ്യപ്പൻ തീരുമാനിച്ചു. പക്ഷേ ആ ചെറിയ ഗ്രാമം മഹിഷി എന്ന അസുരന്റെ ദുഷ്ടതകളാൽ ഭയപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. എരുമ എന്നാണ് അർത്ഥം. അവൾ മഹിഷാസുരന്റെ സഹോദരിയാണ്. മഹിഷി അയ്യപ്പന് അവലും വെള്ളവും നൽകി സൽക്കരിച്ച ആ വൃദ്ധ ഭഗവാനോട് മഹിഷിയുടെ ക്രൂരതയെക്കുറിച്ച് പറഞ്ഞു. ഭഗവാനോട് വെളിയിൽ കിടക്കേണ്ടെന്നും ആ അമ്മ വാത്സല്യപൂർവ്വം പറഞ്ഞു. അവതാര ലക്ഷ്യത്തിൽ ഉറച്ച മനസ്സോടെ നിലകൊള്ളുന്ന അയ്യപ്പൻ ആ സാധുവൃദ്ധയുടെ വാക്കുകൾ വകവയ്ക്കാതെ അവരെ ആശ്വസിപ്പിക്കുകയും വെളിയിൽ തന്നെ ഭഗവാൻ രാത്രി താമസിക്കുവാനും തീരുമാനിച്ചു. രാത്രിയിൽ പോർവിളികളുമായി വന്ന മഹിഷി മണികണ്ഠനുമായി കടുത്ത യുദ്ധമുണ്ടാക്കുകയും മഹിഷിയെ മണികണ്ഠൻ വധിക്കുകയും ചെയ്തു. ആ അസുര സ്ത്രീയുടെ രുധിരം രക്തം വീണ ഇവിടെ ഒരു കുളം ഉണ്ടാക്കി. ഇപ്പോൾ ദേവസ്വം ബോർഡ് ഹൈസ്കൂളിന് സമീപമുള്ള കുളം. ഇത് രുധിരക്കുളം എന്നറിയപ്പെടുന്ന രക്തക്കുളമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. പിറ്റേന്ന് രാവിലെ മഹിഷിയുടെ മരണവാർത്ത കേട്ട് ഗ്രാമവാസികൾ സന്തോഷിച്ചു. അവർ അവളുടെ മൃതദേഹം ഒരു തൂണിൽ തൂക്കി പാണൽ ഇലകൾ പിടിച്ച് മഹിഷിയുടെ ജഡത്തിൽ പ്രാണികൾ അടുക്കാതെ വീശി ഘോഷയാത്രയായി ആഹ്ലാദിക്കാൻ തുടങ്ങി. ആ ഘോഷയാത്രയുടെ അനുസ്മരണമാണ് ഇപ്പോൾ സ്വയം വർണ്ണാഭമായി തടിയും വില്ലും അമ്പും വാളും ഗദയും ഇലയും പിടിച്ചു നടത്തുന്ന പ്രസിദ്ധമായ പേട്ടതുള്ളൽ. പേട്ടതുള്ളൽ പ്രതിനിധീകരിക്കുന്നത് മഹിഷിവധം സാധ്യമായതിലുള്ള ജനങ്ങൾക്കിടയിലെ സന്തോഷത്തെയാണ്. ഭക്തർ മഹിഷി മർദ്ദകനായ അയ്യപ്പനെ പ്രധാന പ്രതിഷ്ഠയായി ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അതാണ് എരുമേലി വലിയമ്പലമായ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഇപ്പോൾ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 2 ക്ഷേത്രങ്ങളുണ്ട്. രണ്ടും തമ്മിലുള്ള ദൂരം 1 കിലോമീറ്ററിൽ താഴെയാണ്. ചെറിയ അമ്പലം എന്നർത്ഥമുള്ള ചെറിയമ്പലം, മറ്റൊന്ന് വലിയ അമ്പലം എന്നർത്ഥം വരുന്ന വലിയമ്പലം. അയ്യപ്പന് വാവർ എന്ന ഒരു ശത്രു ഉണ്ടായിരുന്നു. പിന്നീട് വാവർ അയ്യപ്പന്റെ കൂട്ടാളിയായി മാറി. ചെറിയമ്പലത്തിന് എതിർവശമുള്ള മുസ്ലിം പള്ളിയിൽ വാവരുടെ ആത്മാവ് ഇപ്പോഴുമുണ്ടെന്നാണ് അയ്യപ്പ ഭക്തർ വിശ്വസിക്കുന്നത്. അതിനാൽ ചെറിയമ്പലത്തിലെ ആരാധനയ്ക്ക് ശേഷം അവർ തങ്ങളെ തന്നെ കളർ ചെയ്തു. മരവും വില്ലുകളും അമ്പുകളും ഇലകളും പിടിച്ച് ഒരു ഘോഷയാത്രയായി നീങ്ങുന്നു. വഴി മുറിച്ചു കടന്നാണ് മുസ്ലിം പള്ളി സന്ദർശിക്കുന്നത്. തുടർന്ന് വലിയമ്പലത്തിലേക്ക് പോകും. പേട്ടതുള്ളൽ എന്നറിയപ്പെടുന്ന നൃത്തരൂപത്തിലാണ് വാവർ സ്വാമിയുടെയും വലിയമ്പലത്തിന്റെയും സന്ദർശനം. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര വലിയമ്പലം വരെ നൃത്തം ചെയ്യുന്നത്. അവർ വലിയമ്പലത്തിൽ എത്തിയാൽ അവിടെ അയ്യപ്പന്റെ പ്രതിഷ്ഠയെ ആരാധിക്കുകയും കുളിക്കുകയും തുടർന്ന് ശബരിമലയിലേക്ക് പോവുകയും ചെയ്യുന്നു. ശബരിമല തീർത്ഥാടനത്തിലെ മറ്റൊരു ചരിത്ര സങ്കേതമാണ് എരുമേലി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം.